ഹായ് കൂട്ടുകാരെ, ഇന്നും മഴ തന്നെയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പോകുകയും വേണം. അപ്പോൾ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ ഏരിയയിലൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷേ വൈറ്റില ഭാഗത്ത്, ഇപ്പോൾ ഞങ്ങൾ വൈറ്റിലാണ്. വൈറ്റില ഭാഗത്ത് എത്തിയപ്പോൾ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ എവിടെയെങ്കിലും ഔട്ടിങ്ങിന് പോകാമെന്ന് ഓർത്തത്. മഴ പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ മഴ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മേനും ഒന്ന് എളംകുളം ഗിരിധർ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അവർക്ക് ചെക്കപ്പ് ഉണ്ട് കണ്ണിൻ്റെ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കറങ്ങാൻ പോകാൻ. സിദ്ധുവിനും കൂടി അവധി ആയതുകൊണ്ടാണ് ഞങ്ങളും കൂടി ചേട്ടൻ്റെ കൂടെ ഇറങ്ങിയത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, ജസ്റ്റ് നമുക്കൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഓർത്തത്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കമാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ ലിസിയിലോട്ടാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ അവിടെ പോയിട്ട് വേണം എവിടെയെങ്കിലും ഒന്ന് സിദ്ധുവിനെ ഒന്ന് കാണിക്കാനൊക്കെ ചുറ്റി. കുറച്ച് നാളായി ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടൊക്കെ പുറത്തോട്ട്. കുഞ്ഞ് നല്ല കളിയാണ് കേട്ടോ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് കളിച്ചു. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഏരിയയൊക്കെ ഞാൻ ശരിക്കും മറന്നുപോയി. ഒരു 3 കൊല്ലമോ ഈ റൂട്ടിൽ തന്നെ, ബസ് റൂട്ടിൽ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കോളേജിലോട്ട്. ഇത് കത്രിക്കടവ് പാലമാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അച്ഛാ ഈ പാലത്തിന് തല കായലാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് ഡൗട്ട് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കായലല്ല മോനെ, ഇത് റെയിൽവേ ട്രാക്ക് തന്നെയാണെന്ന് പറയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിലെ റോഡിലോട്ട് കയറി. ഇത് ലിസി ഹോസ്പിറ്റലിൽ തന്നെ കോളേജാണെന്ന് തോന്നുന്നു, മെഡിക്കൽ കോളേജാണെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെ എന്തോ വായിച്ചതെന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേ കുഞ്ഞ് ഒരു കാറിന് പോകാൻ പറ്റിയ വഴിയേ ഉള്ളൂ കേട്ടോ. അതെ, അപ്പോൾ എത്താറായിട്ടുണ്ട്. ലിസി ഹോസ്പിറ്റൽ എത്താറായിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ എത്തി ഞങ്ങൾ. ഇതാ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് കാർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. അപ്പോൾ ചേച്ചിയുടെ ചേട്ടനെ വിളിച്ച് പറഞ്ഞത് പുറത്തെവിടെയെങ്കിലും പാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കോക്കോ പാർക്കിംഗ് ഇല്ലേ, അവിടെയായിട്ടാണ് ഞങ്ങൾ എത്തിയേക്കുന്നത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും സിദ്ധൊക്കെ വെയിറ്റ് ചെയ്യാനാണ് പുറത്ത്. ഏട്ടനപ്പോൾ കാർ അവിടെ കൊടുത്തിട്ട് വരും. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ടൈമിൽ നല്ല വെയിലുണ്ട്, കണ്ടു പറഞ്ഞില്ലേ. അപ്പോൾ സിദ്ധ് നല്ല ഹാപ്പിയിലാണ്. എവിടെയെങ്കിലും കറങ്ങാൻ പോകാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഏട്ടൻ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിദ്ധ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മേ നമ്മൾ എവിടെയാണ് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോളുണ്ട്, ഉണ്ണിമോള്. അപ്പോൾ ഞങ്ങൾ അവരെ കണ്ടിട്ടൊക്കെ വന്നു. ഇതേ കാറ് ഞങ്ങൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ, വീഡിയോ എടുത്തില്ല അങ്ങോട്ടേക്കൊന്നും, ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്കൊന്നും. അങ്ങനെ ഞങ്ങൾ ഇനി എവിടെയാണ് പോകുന്നതെന്ന് പ്ലാൻ ചെയ്യണം. പക്ഷേ ഇത് ഇപ്പം മഴ പൊടിയാൻ തുടങ്ങുന്നുണ്ട് നല്ലോണം. ഇത് ഭയങ്കര ഹാപ്പിയാണ്, എവിടെയോ കറങ്ങാൻ പോകണ്ടെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛനും അമ്മയും വിളിക്കുകയും ചെയ്തു. ഓരോ ചെക്കപ്പൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനെ പറഞ്ഞ് മനസ്സിലാക്കി. സിദ്ധു ഇത്തിരി സൈലൻ്റായി. ഇവിടെ സച്ചുക്കുട്ടി നല്ല കളിയിലാണ്. അപ്പോൾ ഏട്ടൻ സിദ്ധുവിനോട് പറഞ്ഞായിരുന്നു പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് തരാമെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.